സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യ കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് പ്രാഥമിക കണ്ടെത്തൽ. രേഷ്മയുടെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. രേഷ്മയുടെ ഫോണും വിശദമായ പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദൂർ സ്വദേശിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ചിന്നു പാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രേഷ്മയുടെ ഫോണും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദമാണ് രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. കുടുംബജീവിതത്തിലുണ്ടായ താളപ്പിഴകളിൽ അസ്വസ്ഥതയിലായിരുന്നു യുവതി. ഭർത്താവ് വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടി താമസം ആരംഭിച്ചതും തൊട്ടു പിന്നാലെയുണ്ടായ വിവാഹമോചനവുമെല്ലാം ചിന്നുപ്പാപ്പുവിനെ മാനസികമായി തളർത്തിയിരുന്നു. വാടക വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്ന ആൺസുഹൃത്തുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും നിരന്തര കലഹങ്ങളുമെല്ലാം കാരണം യുവതിക്ക് സമീപകാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാകുവാൻ കഴിയാതെ പോയി. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ചിന്നുപ്പാപ്പു അറിയിച്ചിരുന്നില്ല. പതിവ് പോലെ 4 വയസ്സുള്ള മകനെ കുടുംബ വീട്ടിലേൽപ്പിച്ചാണ് ചിന്നുപ്പാപ്പു ഏറ്റവും ഒടുവിലായി ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ എത്തിയത്. തുടർന്നാണ് ജീവനൊടുക്കിയത്. ജീവനൊടുക്കുവാൻ ചിന്നുപ്പാപ്പു നേരത്തെ തന്നെ തീരുമാനമെടുത്തതായാണ് പോലീസ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അസ്വാഭാവികതയൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. തൂങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. രേഷ്മയുടെ മരണത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. തനത് കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു വന്നിരുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ ഓരോ വീഡിയോകളും വൈറലാണ്. ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയുമെല്ലാം തനിമ ചോരാതെ കാസർഗോഡ് സ്ലാങ്ങിൽ പരിചയപ്പെടുത്തുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ വീഡിയോകൾക്ക് ലക്ഷങ്ങളാണ് കാഴ്ചക്കാരായുള്ളത്. ഇത്രയും പോപ്പുലറായിരിക്കുന്ന യുവതി പൊടുന്നനെ ജീവനൊടുക്കിയത് സോഷ്യൽ മീഡിയ ലോകത്തിന് ഇനിയും വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.